ഹലോ, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ കുഞ്ഞ് എപ്പോഴും തളർന്നിരിക്കുന്നു, ആഹാരം കണ്ടാൽ ഓടുന്നു. ഇത് നിങ്ങളുടെയും പരാതിയാണോ? എങ്കിൽ കുഞ്ഞിന് വിളർച്ച അഥവാ അനീമിയ ഉണ്ടോ എന്ന് പരിശോധിക്കണം. രക്തം കുറവാണെങ്കിൽ കുഞ്ഞിന് വിശപ്പ് തോന്നില്ല, അവർക്ക് കളിക്കാൻ എനർജിയും ഉണ്ടാകില്ല. ഈ ഒരു വീഡിയോ നിങ്ങൾ എനിക്ക് വേണ്ടി മാറ്റിവെച്ചാൽ വിളർച്ച എങ്ങനെ തിരിച്ചറിയാം എന്നും രക്തം കൂട്ടി കുഞ്ഞിന്റെ തൂക്കം വർദ്ധിപ്പിക്കാൻ എന്തൊക്കെ ആഹാരം നൽകണം എന്നും ഞാൻ പറഞ്ഞു തരാം. വീഡിയോ മുഴുവനായി കാണുവാൻ ശ്രമിക്കുക. വിളർച്ച എങ്ങനെ തിരിച്ചറിയാം? അമ്മമാർക്ക് വീട്ടിൽ തന്നെ നോക്കാവുന്ന ചില ലക്ഷണങ്ങളുണ്ട്. കുഞ്ഞിന്റെ നഖങ്ങളും കൺതടത്തിനും ചുവപ്പ് നിറം കുറവാണോ എന്ന് നോക്കണം. രണ്ടാമതായി, അല്പം കളിക്കുമ്പോഴേക്കും കുഞ്ഞ് കിതയ്ക്കുന്നുണ്ടോ എന്ന് നോക്കണം. അടുത്തതായി, അയൺ കുറവുള്ള കുഞ്ഞുങ്ങൾ മണ്ണ്, പേപ്പർ എന്നിവ കഴിക്കാൻ താല്പര്യം കാണിക്കും. നാലാമതായിട്ട്, രക്തം കുറയുമ്പോൾ കുഞ്ഞുങ്ങൾ അകാരണമായി വാശി കാണിക്കും. ഇതൊന്നും വെറും വികൃതിയല്ല, ഉള്ളിലെ പോഷകക്കുറവാണ് എന്ന് അമ്മമാർ മനസ്സിലാക്കണം. അമ്മമാരെ, കുഞ്ഞിന്റെ രക്തത്തിൽ ഹീമോഗ്ലോബിൻ കുറയുമ്പോൾ ശരീരത്തിലെ കോശങ്ങളിലേക്ക് ആവശ്യത്തിന് ഓക്സിജൻ എത്തുന്നില്ല. ഇത് കുഞ്ഞിന്റെ ദഹന വ്യവസ്ഥയെ മന്ദഗതിയിലാക്കും. വിശപ്പുണ്ടാക്കുന്ന ഹോർമോണുകൾ ശരിയായി പ്രവർത്തിക്കാത്തതുകൊണ്ടാണ് കുഞ്ഞിന് ആഹാരത്തോട് താല്പര്യം ഇല്ലാതാകുന്നത്. എൻ്റെ കുട്ടിക്ക് വിശപ്പില്ല എന്ന് നിങ്ങൾ പരാതി പറയുമ്പോൾ യഥാർത്ഥത്തിൽ അവരുടെ ഉള്ളിലെ അയണിൻ്റെ അളവ് കുറവായതുകൊണ്ടാവാം അവർ ആഹാരം വേണ്ടെന്ന് വെക്കുന്നത്. രക്തം കൂടുമ്പോൾ മാത്രമേ സ്വാഭാവികമായ വിശപ്പ് തിരിച്ചു വരൂ. പല കുഞ്ഞുങ്ങളും മണ്ണ്, ചുവരിലെ പെയിന്റ്, പേപ്പർ എന്നിവ കഴിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. ഇത് വെറുമൊരു വികൃതിയല്ല. ഇതിനെ മെഡിക്കൽ ഭാഷയിൽ പിക്ക എന്ന് വിളിക്കുന്നു. ശരീരത്തിൽ അയൺ അഥവാ ഇരുമ്പ് സത്ത് കുറയുമ്പോൾ അത് നികത്താനായി തലച്ചോറ് നൽകുന്ന ഒരു സിഗ്നലാണിത്. ഇത്തരം സാധനങ്ങൾ ഉള്ളിൽ ചെല്ലുന്നത് വിരശല്യത്തിനും ദഹനക്കേടിനും കാരണമാകുന്നു. കുഞ്ഞ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഉടനെ ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് അയണിൻ്റെ അളവ് നോക്കേണ്ടത് അത്യാവശ്യമാണ്. അയൺ സിറപ്പുകളോ ഭക്ഷണങ്ങളോ നൽകി തുടങ്ങുന്നതോടെ ഈ ശീലം തനിയെ മാറിക്കോളും. വിറ്റമിൻ സി ആണ് അയൺ ആഗിരണത്തിൻ്റെ താക്കോൽ എന്ന് പറയുന്നത്. ഒരു പ്രധാന മെഡിക്കൽ രഹസ്യമാണിത്. കാരണം നിങ്ങൾ എത്ര ഇരുമ്പ് സത്തുള്ള ആഹാരം, അതായത് ചീരയോ കരളോ കുഞ്ഞിന് നൽകിയാലും അതിൻ്റെ കൂടെ വിറ്റമിൻ സി ഇല്ലെങ്കിൽ ശരീരം അത് വലിച്ചെടുക്കില്ല. അയണിനെ രക്തത്തിലേക്ക് എത്തിക്കാൻ വിറ്റമിൻ സി സഹായിക്കുന്നു. അതുകൊണ്ട് കുഞ്ഞിന് അയൺ അടങ്ങിയ ആഹാരം നൽകുമ്പോൾ കൂടെ അല്പം നാരങ്ങ നീരോ ഓറഞ്ച് ജ്യൂസോ നെല്ലിക്കയോ നൽകാൻ ശ്രദ്ധിക്കണം. ചായയോ കാപ്പിയോ കുഞ്ഞുങ്ങൾക്ക് നൽകുന്നത് അയൺ ആഗിരണം തടസ്സപ്പെടുത്തും. അതുകൊണ്ട് അത് കർശനമായും ഒഴിവാക്കണം. കുഞ്ഞിന്റെ തൂക്കം കൂടുക എന്ന് പറഞ്ഞാൽ അവരുടെ പേശികളും എല്ലുകളും വളരുക എന്നതാണ് അർത്ഥം. പേശികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ഓക്സിജൻ എത്തുന്നത് രക്തത്തിലെ ഹീമോഗ്ലോബിൻ ആണ്. രക്തക്കുറവുള്ള കുഞ്ഞുങ്ങളിൽ പേശികൾക്ക് ബലം കുറവായിരിക്കും. അവർ വേഗം തളരും. തളർച്ചയുള്ള കുട്ടി ഓടിക്കളിക്കില്ല. ആക്ടിവിറ്റി കുറയുമ്പോൾ സ്വാഭാവികമായ വളർച്ചയും തൂക്കവും മുരടിക്കും. അതുകൊണ്ട് കുഞ്ഞിന്റെ കവിൾ തുടിക്കാനും കൈകാലുകൾക്ക് നല്ല ബലം കിട്ടാനും രക്തം വർദ്ധിപ്പിക്കുക എന്നത് തന്നെയാണ് പ്രധാന പോംവഴി. നമ്മൾ സാധാരണ കൊടുക്കുന്ന പാലിനേക്കാൾ ഈ സമയത്ത് പ്രാധാന്യം നൽകേണ്ടത് അയൺ അടങ്ങിയ ഖരരൂപത്തിലുള്ള ഭക്ഷണങ്ങൾക്കാണ്. 1 വയസ്സ് കഴിഞ്ഞ കുഞ്ഞുങ്ങൾക്ക് അമിതമായി പാൽ നൽകുന്നത് അയൺ കുറയാൻ കാരണമാകും. ഇതിനു പകരം ഈന്തപ്പഴം, മുന്തിരി, ആട്ടിൻകരൾ, മുട്ടയുടെ മഞ്ഞ, മുളപ്പിച്ച പയർവർഗ്ഗങ്ങൾ എന്നിവ ആഹാരത്തിൽ ഉൾപ്പെടുത്തണം. ശർക്കരയിട്ട വിഭവങ്ങൾ നൽകുന്നതും നല്ലതാണ്. ദിവസവും ഇത്തരം ഭക്ഷണങ്ങൾ ശീലമാക്കിയാൽ 30 ദിവസത്തിനുള്ളിൽ കുഞ്ഞിന്റെ തൂക്കത്തിലും ഉന്മേഷത്തിലും വലിയ മാറ്റം കാണാൻ സാധിക്കും. കുഞ്ഞിന്റെ രക്തം വർദ്ധിപ്പിക്കാൻ എന്തൊക്കെ ചെയ്യാം എന്ന് പറയാം. ഈന്തപ്പഴവും ഉണക്കമുന്തിരിയും കുതിർത്ത് അരച്ച് നൽകുന്നത് അയൺ കൂടാൻ സഹായിക്കും. കൂടാതെ മുട്ടയുടെ മഞ്ഞ, ആഴ്ചയിൽ 2 തവണ മുട്ടയുടെ മഞ്ഞ നൽകുന്നത് ഹീമോഗ്ലോബിൻ വർദ്ധിപ്പിക്കാൻ സഹായിക്കും. അടുത്തതായി ശർക്കരയാണ്. പഞ്ചസാരയ്ക്ക് പകരം ഇരുമ്പ് സത്തുള്ള ശർക്കര ഉപയോഗിക്കുക. പയർവർഗ്ഗങ്ങൾ, അതായത് മുളപ്പിച്ച ചെറുപയർ ആവിയിൽ പുഴുങ്ങി നൽകുന്നത് തൂക്കം കൂടാനും രക്തം വർദ്ധിപ്പിക്കാനും സഹായിക്കും. ഇലക്കറികൾ ചെറിയ അളവിൽ നൽകി ശീലിപ്പിക്കുക. ഇതും രക്തം കൂടാനായി സഹായിക്കും. അപ്പോൾ അമ്മമാരെ, രക്തം കൂടുന്നതോടെ കുഞ്ഞ് കൂടുതൽ ആക്റ്റീവ് ആവുകയും നന്നായി ആഹാരം കഴിക്കുകയും ചെയ്യും, തനിയെ തൂക്കം കൂടുകയും ചെയ്യും.
ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും റിക്വസ്റ്റ് ചെയ്യുന്നു. എൻ്റെ പരിമിതമായ അറിവുകളാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നത്. തെറ്റുകുറ്റങ്ങളുണ്ടാവാം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റുകളായിട്ട് ചോദിക്കാം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.